നമ്മുടെ രാജ്യത്ത് ഓരോ വർഷവും 3 ലക്ഷത്തോളം മനുഷ്യർ മദ്യം കൊണ്ട് മരിക്കുന്നുണ്ട്. വാഹനാപകടങ്ങൾ, കൊലപാതകങ്ങൾ, ലിവർ സിറോസിസ്, ലിവർ ക്യാൻസർ, ലിവർ പരാജയം, ഇങ്ങനെ ഓരോ കാരണങ്ങളെ കൊണ്ട് മദ്യത്തിൽ നിന്നും ഓരോ വർഷവും 3 ലക്ഷം ആളുകൾ, 3 ലക്ഷം മനുഷ്യരുടെ മനുഷ്യശക്തി നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏതൊരു സർക്കാരും അടിസ്ഥാനപരമായിട്ട് ആഗ്രഹിക്കേണ്ടത് ആ സംസ്ഥാനത്തെ, ആ രാജ്യത്തെ ജനങ്ങൾ അവരുടെ ആരോഗ്യം, അവരുടെ ആരോഗ്യപൂർണതയുള്ള ജനങ്ങൾ, സാംസ്കാരിക സമ്പന്നരായിട്ടുള്ള, വിദ്യാസമ്പന്നരായിട്ടുള്ള ജനങ്ങൾ അവിടെ വേണം എന്നാണ് ഓരോ സർക്കാരും ആലോചിക്കേണ്ടത്, ആഗ്രഹിക്കേണ്ടത്. പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇന്നത്തെ സർക്കാർ, യഥാർത്ഥത്തിൽ ഒരു സർക്കാരിനോടും ഞങ്ങൾക്ക് ആ സർക്കാരിനോട് പ്രത്യേകമായ എതിർപ്പില്ല. പക്ഷേ നമ്മുടെ ഇന്നത്തെ സർക്കാരിൻ്റെ നിലപാട് 2017 ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മദ്യ നിയന്ത്രണ അവകാശം എടുത്തുമാറ്റി KT ജലീൽ മന്ത്രി അവറുകളെ എടുത്തുമാറ്റിക്കൊണ്ട് സംസ്ഥാനത്തുടനീളം ഏത് മുക്കിലും മൂലയിലും വേണ്ടത്ര ബാറുകളും ബിവറേജുകളും ബിയർ പാർലറുകളും മദ്യക്കടകളും ഒക്കെയും തുറന്നിരിക്കുന്നു. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് മദ്യപ്പുഴ ഒഴുകുകയാണ്. ഇവിടെ ഈയിടെയായിട്ട് ലഹരി വിമുക്ത പ്രചാരണങ്ങൾ കൊഴുപ്പിക്കുന്നുണ്ട്. പക്ഷേ വളരെ കോൺട്രഡിക്ടറി ആയിട്ട്, വിരോധാഭാസമായിട്ട് മദ്യത്തെ, 1-ാം നമ്പർ ലഹരിയായ മദ്യത്തെ ഒഴിവാക്കിക്കൊണ്ട്, യഥാർത്ഥത്തിൽ 80% ലഹരിയും വരുന്നത് മദ്യത്തിലൂടെയാണ്. ആ മദ്യത്തെ ലഹരിയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ ലഹരിക്കെതിരെയുള്ള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ സമരം, സത്യാഗ്രഹം ഇന്ന് 723ാമത്തെ ദിവസത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ സമരത്തെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് രണ്ടും കൽപ്പിച്ചുള്ള സമരം എന്നാണ്. എന്ന് വെച്ചാൽ ഈ സമരം ഞങ്ങളുടെ ആവശ്യം നേടിയെടുക്കുന്നതുവരെ 2017 മിസ്റ്റർ KT ജലീൽ മന്ത്രി അവറുകളെടുത്ത് സംസ്ഥാന സർക്കാരിന് കൊടുത്ത ആ അധികാരം, മദ്യ നിയന്ത്രണാധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നവരെയും, അതുപോലെ അടിസ്ഥാനപരമായിട്ട് ചെറിയ കുട്ടികളുടെ 3-ാം ക്ലാസ് 2-ാം ക്ലാസ് മുതൽ തന്നെ മദ്യത്തെക്കുറിച്ചുള്ള, മദ്യവർദ്ധനത്തിൻ്റെയും മദ്യത്തെക്കുറിച്ചുള്ള അപകടങ്ങളുടെയും പാഠങ്ങൾ ആ പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ വരും തലമുറയെ, നാളത്തെ നമ്മുടെ രാജ്യത്തെ നയിക്കേണ്ട ജനതയെ അവർക്ക് സാംസ്കാരികമായ ഔന്നത്യം കൊണ്ടുവരുന്നതിനായിട്ട് ആ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തുന്നതും കൂടി ഞങ്ങളുടെ ലക്ഷ്യമാണ്. ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ നേടുന്നതുവരെയും ഞങ്ങളുടെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ആത്യന്തികമായിട്ട് ഞങ്ങളുടെ ലക്ഷ്യം നേടി ഈ സംസ്ഥാനത്തിന്, ഇവിടുത്തെ ജനതയ്ക്ക് വേണ്ടി സമർപ്പിക്കും. അതിനായിട്ട് ഞങ്ങളുടെ ഈ സമരത്തിൽ ഇവിടുത്തെ എല്ലാ നല്ലവരായിട്ടുള്ള മനുഷ്യരും, ജനതയെ സ്നേഹിക്കുന്ന തങ്ങളുടെ മക്കൾ നല്ലവരായിട്ട് രാജ്യത്തിന് സമ്പത്തായിട്ട് മാറണം എന്ന് മനസ്സുള്ള മനുഷ്യർ എല്ലാവരും ഞങ്ങളുടെ ഈ സമരത്തിൽ പങ്കുകൊള്ളണമേ എന്ന് ഏറ്റവും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.